നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഓഹരി വിപണിയുടെ കുതിച്ചുകയറ്റത്തിനിടെ ഇത് മറ്റൊരു IPO കൂടി വന്നിരിക്കുന്നു. മികച്ചൊരു IPO ആണിത്. സായി സിൽക്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ കലാമന്ദിർ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള എത്നിക് വെയർ റീറ്റെയിലറാണ് ഈ കമ്പനി. ഇവരുടെ IPO സെപ്റ്റംബർ 20 മുതൽ 22 വരെയാണ്. 1201 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ പകുതിയും ഫ്രഷ് ഓഹരികളാണ്, പകുതി ഓഫർ ഫോർ സെയിലായിട്ടും. അപ്പം നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് കടക്കാം. സായി സിൽക്സ് കലാമന്ദിർ ലിമിറ്റഡ് എന്ന ഈ കമ്പനി അൾട്രാ പ്രീമിയം സാരീസ്, പിന്നെ വെഡ്ഡിങ് സാരീസ്, അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മാത്രമല്ല കുട്ടികൾക്കും ഒക്കെയുള്ള വെസ്റ്റേൺ, ഈസ്റ്റേൺ എത്നിക് വെയറുകളും എല്ലാം നൽകുന്ന ഒരു വലിയ ടെക്സ്റ്റൈൽ ബിസിനസ്സിലുള്ള ഒരു കമ്പനിയാണ് ഈ സായി അല്ലെങ്കിൽ കലാമന്ദിർ എന്ന് പറയുന്നത്. ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ളൊരു കമ്പനിയാണെന്ന് തന്നെ പറയാം. 2005 സായി സിൽക്സ് അല്ലെങ്കിൽ കലാമന്ദിർ ലിമിറ്റഡ് എന്ന ഈ കമ്പനി രൂപം കൊള്ളുന്നത്. പ്രധാനമായിട്ടും 4 തരത്തിലാണ് ഇവരുടെ ഷോപ്പുകളൊക്കെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്, 4 പേരുകളിൽ. അതിലൊന്നാണ് കലാമന്ദിർ എന്നുള്ളത്. കലാമന്ദിർ എന്നുള്ള ആ ഒരു ബ്രാൻഡിൽ കണ്ടംപററി എത്തനിക് ഫാഷൻ മിഡിൽ ഇൻകം ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് വരമഹാലക്ഷ്മി സിൽക്സ്, അത് പ്രീമിയം എത്തനിക് സിൽക്ക് സാരീസാണ്. ഹാൻഡ്ലൂമും അങ്ങനെയുള്ള വെഡ്ഡിങ് സാരീസൊക്കെ വരുന്നതാണ് വരമഹാലക്ഷ്മി സിൽക്സ് എന്നുള്ള ബ്രാൻഡ്. പിന്നെ മന്ദിർ എന്നുള്ള പേരിൽ അൾട്രാ പ്രീമിയം ഡിസൈനർ സാരീസൊക്കെ ഉണ്ട്. അത് HNIസിന് വേണ്ടിയിട്ടുള്ള, ഹൈ നെറ്റ്വർത്ത് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ ഉള്ളതാണ് KLM ഫാഷൻ മാൾ എന്നുള്ളത്. അത് ഫ്യൂഷൻ വെയറുകൾ, വെസ്റ്റേൺ തരത്തിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ആ ബ്രാൻഡിൽ ഉള്ളത്. ആകെ 54 ഷോറൂമുകളാണ് അവർക്ക് സൗത്ത് ഇന്ത്യയിലുള്ളത്. അത് പ്രധാനമായിട്ട് ആന്ധ്രാപ്രദേശിൽ, തെലങ്കാന, കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള ഏരിയയിലാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ നാഗകനക ദുർഗപ്രസാദ് ചലവാടിയാണ്. അദ്ദേഹത്തെ കൂടാതെ ജാൻസി റാണി ചലവാടിയും കമ്പനിയുടെ പ്രൊമോട്ടറാണ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 95.23% ഓഹരികളാണുള്ളത്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 60.8% കുറയുന്നുണ്ട്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 600 കോടി രൂപയിൽ 125 കോടി രൂപ ഒരു 30ഓളം പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു 25.4 കോടി രൂപ അവർ 2 വിയർ ഹൗസുകൾ പുതിയത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഒരു 280 കോടി രൂപ അതിലേക്ക് വേണ്ടി കമ്പനി മാറ്റിവെക്കുന്നുണ്ട്. പിന്നെ അവരുടെ കടബാധ്യതകൾ തീർക്കുന്നതിന് ഒരു 50 കോടി അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. ബാക്കിയുള്ള എമൗണ്ട് അവരുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ലിസ്റ്റഡ് പിയർ കമ്പനികളെ കൂടി ഒന്ന് പരിശോധിക്കാം. സായി സിൽക്സിൻ്റെ EPS 8.11 കേട്ടോ. വേദാന്ത് ഫാഷൻസ് ലിമിറ്റഡ് ആണ് മറ്റൊരു പിയർ കമ്പനി, 17.68 അതിൻ്റെ ബേസിക് ആയിട്ടുള്ള EPS. പിന്നെ TCN ക്ലോത്തിങ് കമ്പനി ലിമിറ്റഡ്, ഗോ ഫാഷൻ ഇന്ത്യ ലിമിറ്റഡ്, ആദിത്യ ബിർല ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ്, ഷോപ്പേ സ്റ്റോപ്പ് ലിമിറ്റഡ്, ട്രെൻഡ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ള കമ്പനികളാണ് മറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ. ഈ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ലീഡ് മാനേജേഴ്സ് മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ്, HDFC ബാങ്ക് ലിമിറ്റഡ്, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്. ഇനി ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2020 റവന്യൂ 1175.56 കോടി രൂപയുണ്ടെങ്കിൽ അത് അടുത്ത വർഷമായപ്പോഴത്തേക്കും എല്ലാ ബിസിനസ്സുകളെയും എന്ന പോലെ തന്നെ അത് ഈ ബിസിനസ്സിനെയും ബാധിച്ചിട്ടുണ്ട്. റവന്യൂവിൽ വലിയൊരു ഇടിവ് കാണുന്നുണ്ട്. 677.25 കോടി രൂപയായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് റവന്യൂ. അതിനുശേഷം അത് പിക്കപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. 1129.32 2022 അത് പിന്നീട് 1351.46 2023 മാറുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം നോക്കൂ, 2021 നല്ല ഇടിവാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം അത് വീണ്ടും മെച്ചപ്പെട്ട് 57.67 96.67 എന്ന ലെവലിലേക്ക് വീണ്ടും മെച്ചപ്പെട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കലാമന്ദിറിൻ്റെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കും. സെപ്റ്റംബർ 20 മുതൽ 22 വരെയാണ് IPO ഡേറ്റ്.
210 രൂപ മുതൽ 222 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 600 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ. അത്രയും തന്നെ 601 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. അങ്ങനെ ടോട്ടൽ വരുമ്പോൾ 1201 കോടി രൂപയ്ക്കുള്ളതാണ് ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. 67 ഓഹരികൾ വരെയാണ് ഒരു റീറ്റെയിലർക്ക് മിനിമം അപ്ലൈ ചെയ്യാവുന്നത്. അങ്ങനെ 13 ലോട്ട്, ഒരു ലോട്ടാണ് 67, 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 2 രൂപയുടെ ഓഹരിയാണ് 222 രൂപയ്ക്ക് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. 35% റീറ്റെയിലേഴ്സിന് കമ്പനി കൊടുക്കുന്നുണ്ട്, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 27-ാം തീയതിയും റീഫണ്ട് 29-ാം തീയതിയും. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് ഒക്ടോബർ 3-ാം തീയതിയും. ഇനി ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒക്ടോബർ 4-ാം തീയതിയുമാണ്. ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിൽക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ മാത്രമല്ല, ഇത് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബിസിനസ്സാണ് ഇപ്പോൾ തൽക്കാലം. എത്തനിക് വെയറുകളുടെയും അൾട്രാ പ്രീമിയം സാരി, വെഡിങ് സാരീസൊക്കെ ഉള്ള ഒരു ബിസിനസ്സാണ്. ഇത് വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് ലാഭം എടുക്കാം എന്ന് കരുതുന്നവർക്ക് ഇപ്പോൾ ഇത് അത്ര മികച്ചതാണെന്ന് തോന്നുന്നില്ല. സായി സിൽക്സ് കലാമന്ദിറിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.